أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. പ്രിയപ്പെട്ട ഹാജിമാരെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആത്മാർത്ഥതയോടും തഖ്വയോടും പ്രാർത്ഥനയോടും കൂടി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാകുവാനുമുള്ള ചില ഉപദേശ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ കൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള ഒരു കർമ്മമാണ്. വളരെ ഭാഗ്യവാന്മാരായ ഏതാനും സഹോദര സഹോദരിമാരൊഴിച്ചാൽ നമ്മൾ അധിക പേരും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കുന്ന ഈ കർമ്മം അത് ഏറ്റവും കൃത്യമായ രൂപത്തിലും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ആ യഥാർത്ഥ രൂപത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടിയും പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടിയും നിർവഹിക്കുവാൻ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിൻ്റെ കർമ്മം ബുദ്ധിമുട്ടുള്ളതല്ല. 5 നേരം നമസ്കരിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ ചെല്ലുവാനും പഠിക്കുവാനും ചെയ്യാനുമുള്ള അത്ര പോലും ഹജ്ജിൽ ചെയ്യാനും ചെല്ലാനുമില്ല എന്നതാണ് ശരി. അത്ര എളുപ്പമുള്ള കർമ്മങ്ങളാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. വളരെ കുറച്ച് പ്രാർത്ഥനകൾ മാത്രമേ ഹജ്ജിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പഠിച്ചു വെക്കേണ്ടതുള്ളൂ. തവാഫ്, സഅയ്, മിനായിലും അറഫയിലും മുസ്ദലിഫയിലും
ജംറകളിലുമുള്ള അമലുകൾ എന്നൊക്കെ പറയുന്നത് പ്രത്യേകമായ നമ്മുടെ നമസ്കാരത്തിലെ ഇബാദത്തുകളെ പോലെയുള്ള ഒരു പ്രത്യേകമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഹജ്ജിൻ്റെ അമലുകൾ എളുപ്പമാണ്. പക്ഷേ ഹജ്ജിൻ്റെ അമലുകൾ പ്രയാസമാകുന്നത്, ബുദ്ധിമുട്ടായി തോന്നുന്നത് നമ്മൾ ഇത്രയും ദൂരദിക്കുകളിൽ നിന്ന് അങ്ങോട്ടുള്ള ഒരുക്കം, അതിനുള്ള രേഖകളും മറ്റും തയ്യാറാക്കൽ, വലിയ സാമ്പത്തിക ബാധ്യത, പിന്നെ ദീർഘമായ യാത്ര, പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ, ദീർഘയാത്ര ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ ദീർഘയാത്ര തന്നെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അസഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് ശിക്ഷയുടെ ഒരു ചെറിയ കഷ്ണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ നിലക്കുള്ള ദീർഘയാത്രയും അതിലുള്ള പ്രയാസങ്ങളും, അതുപോലെ കാലാവസ്ഥ, മക്ക രാജ്യത്ത് ഭാഷ അറിയാത്ത, ആ പ്രദേശങ്ങളെ പറ്റി പരിചയമില്ലാത്ത, അവിടുത്തെ കാലാവസ്ഥയെപ്പറ്റി നമുക്ക് പരിചയപ്പെടാത്ത, അവിടുത്തെ നമ്മുടെ താമസവും നമ്മുടെ ഭക്ഷണങ്ങളൊന്നും നമ്മളെ വീട്ടിൽ നമ്മൾ ശീലിച്ചതിന് ഇണങ്ങാത്ത, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു പ്രയാസമാണ് എന്ന് യഥാർത്ഥത്തിൽ തോന്നുകയാണ്. ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നിർവാഹമില്ല. വഴി ചുരുങ്ങിക്കിട്ടുവാനും അതുപോലെ തന്നെ ആളുകളില്ലാത്ത നേരത്ത്, തിരക്കില്ലാത്ത നേരത്ത് ഹജ്ജ് ചെയ്യാനും, അതുപോലെ ജനങ്ങൾ എല്ലാവരും ചെയ്യാത്ത അല്ലെങ്കിൽ കാലാവസ്ഥ പറ്റുന്ന കൊള്ളാവുന്ന നല്ല കാലാവസ്ഥയുള്ള കാലത്ത് ഹജ്ജ് ചെയ്ത് വരാം എന്ന് പറയാൻ പറ്റില്ല. ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള 6 ദിവസം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കേണ്ട അമലുകളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ശരാശരി 25 ലക്ഷത്തോളം മനുഷ്യന്മാർ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും, ആ കൂട്ടത്തിൽ തന്നെ യുവാക്കളും വയോവൃദ്ധന്മാരും വൃദ്ധകളും ഒക്കെ ഒരേ ഈ 6 ദിവസങ്ങളിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലങ്ങളിൽ വെച്ച് നിർവഹിക്കേണ്ട കർമ്മങ്ങളായതുകൊണ്ട് അവിടുത്തെ തിരക്കും ആൾക്കൂട്ടത്തെയും ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല. അറബി നാട്ടിൻ്റെ കാലാവസ്ഥ ചൂടാണെങ്കിൽ കൊടും ചൂട്, തണുപ്പാണെങ്കിൽ കൊടും തണുപ്പ്, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയുള്ള നാട്ടിലും അതൊരിക്കലും ആ കാലാവസ്ഥയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. വിദൂര ദിക്കുകളിൽ നിന്ന്, ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രങ്ങളിൽ നിന്നും, മുക്കുമൂലകളിൽ നിന്നും വരുന്ന ആളുകളുടെ രേഖകളും കടലാസുകളും അതിനുവേണ്ടി വരുന്ന ചെലവുകളും സമയങ്ങളും അത് നമുക്ക് ചുരുക്കി കിട്ടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ അത് എളുപ്പമാകാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ കാലാവസ്ഥ കൊണ്ടോ ആൾത്തിരക്ക് കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആരോഗ്യത്തോടുകൂടി നല്ല ബോധത്തോടു കൂടി തന്നെ ഹജ്ജ് നിർവഹിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. ആത്മാർത്ഥമായൊരു മനസ്സ് നമുക്കുണ്ടാവുക. തിരിച്ചു വന്നാൽ ഒരാജിയാവണം, അജുമയാവണം എന്ന ആ ഒരു അഹങ്കാര മനോഭാവമോ ലോകമാന്യമോ അല്ല. നേരെ മറിച്ച് പടച്ചവൻ്റെ അടുക്കൽ പാപങ്ങളൊക്കെ പുറത്ത് ഒരു നല്ല മനുഷ്യനാവണം, ഈമാനോടുകൂടി മരിക്കണം. ജീവിതത്തിൽ ഇഹലോകത്ത് വെച്ച് അള്ളാഹു ഒരിക്കൽ മനുഷ്യരെ വിരുന്നു വിളിക്കുന്ന കേന്ദ്രമാണ് മക്ക, കഅബ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സത്യവിശ്വാസികളെ വിരുന്നു വിളിക്കുകയും ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ മസ്ജിദുൽ ഹറാമിലും മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ജംറകളിലും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിരുന്ന് ഒരുക്കുന്ന കാലമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ വിരുന്ന് കൃത്യമായി ഈ വിരുന്നിൽ നമ്മൾ പങ്കെടുത്ത് അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഈ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടാമതൊരു വിരുന്ന് സത്യവിശ്വാസികൾക്ക് ഉള്ളത് സ്വർഗത്തിൽ വെച്ചാണ്. സ്വർഗത്തിലാണ്, പരലോകത്താണ് വിരുന്നുള്ളത്. ഉദ്ഖുലൂഹ ബിസലാം, നിങ്ങൾ സുരക്ഷിതമായി സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് കടന്നു വരിക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായി ജീവിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്കി, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ തിരിച്ചുവാ. റാളിയത്തൻ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, മർളിയത്തൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമായിക്കൊണ്ടും, ഫദ്ഖുലി ഫി ഇബാദി, അങ്ങനെ എൻ്റെ സാലിഹീങ്ങളായ നല്ല അടിമകളിൽ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നത്തി, ഞാൻ ഒരുക്കി വെച്ച എൻ്റെ സ്വർഗത്തിൽ നീ കടന്നുകൊള്ളുക എന്ന് പറയുന്ന ആ രണ്ടാമത്തെ വിരുന്ന് നമുക്ക് ഏകണമെങ്കിൽ, അള്ളാഹു നമുക്ക് ആ വിരുന്ന് നൽകണമെങ്കിൽ, ഈ അലോകത്ത് വെച്ച് തരുന്ന ഈ വിരുന്നിലും കൃത്യമായി നമ്മൾ നിർവഹിക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ ഹജ്ജ് പലപ്പോഴും അതൊരു ടൂർ പ്രോഗ്രാമായി മാറുകയാണ്.
നാട് കാണാനും ആസ്വദിക്കാനും ഉല്ലസിക്കുവാനുമുള്ള ഒരു മാർഗമായി ഹജ്ജ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായ ഗ്രൂപ്പുകളും നേതൃത്വവും കൂടി ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുമ്പോൾ അറിവില്ലാത്ത ജനങ്ങളെ കൊണ്ട് അനാചാരങ്ങൾ ചെയ്യിപ്പിക്കുകയും വേണ്ടാദിനങ്ങൾ പ്രവർത്തിക്കുകയും എന്നാൽ നിർബന്ധമായ ഹജ്ജിൻ്റെ ആത്മാർത്ഥമായ കർമ്മങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ മുക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ മനാസിക്കുകൾ, നിങ്ങളുടെ ഹജ്ജ് കർമ്മത്തിൻ്റെ നിബന്ധനകളും സുന്നത്തുകളുമായ നിർബന്ധങ്ങളും സുന്നത്തുകളുമായ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വളരെ കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ട്. അത് എളുപ്പമുള്ള ഹജ്ജാണ്. ആ ഹജ്ജ് നിർവഹിക്കാനാണ് നമ്മൾ പോകുന്നത് എന്ന ഒരു ബോധം നമുക്കെല്ലാവർക്കും ആദ്യമായി ഉണ്ടായിരിക്കണം. ഒരുപാട് തർക്കങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അപകടകരമായ ശിർക്കോളം എത്തുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും ഹജ്ജ് കാലത്ത് നമ്മൾ ചെയ്തുകൂടാ. ഹജ്ജിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. നിർഭാഗ്യവാന്മാരായ ചില ഹാജിമാർ ഹജ്ജിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ദർഗകളിൽ പോയി, മഖാമുകളിൽ പോയി, ജാറങ്ങളിൽ പോയി, അവിടെ നിർത്തിയിട്ട കല്ലുകളുടെ അടുത്തും കിടത്തിയിട്ട ഖബറുകളുടെ അടുത്തും പോയി ഹജ്ജിന് തൗഫീക്ക് കിട്ടാൻ വേണ്ടി, ആരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം. ശിർക്ക് ചെയ്തുകൊണ്ട് ഹജ്ജ് ചെയ്താൽ ഒരിക്കലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ ഹജ്ജിന് വേണ്ടി. ആ നിയ്യത്ത് ഇനി ചെയ്യേണ്ടത് എന്താ? പടച്ച തമ്പുരാനോട് 5 നേരം നമസ്കാരത്തിൻ്റെ ശേഷം സദാസമയവും അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവേ, നീയും നിന്റെ റസൂലും പഠിപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്ന, നിന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്ന അതേ രൂപത്തിൽ ഏറ്റവും കൃത്യമായ മഖബൂലും മബ്റൂറുമായ സ്വീകാര്യയോഗ്യമായ പുണ്യകരമായ ഒരു ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് അറിവ് നൽകണമേ, നല്ല കൂട്ടുകാരെ നൽകണമേ, അതിനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ, അതിനുള്ള ഗ്രൂപ്പും ഗാങ്ങും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ എന്ന് നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് നിർവഹിക്കുകയും അങ്ങനെ തെറ്റുകുറ്റങ്ങളില്ലാതെ യാതൊരു അബദ്ധങ്ങളും അപകടങ്ങളുമില്ലാതെ വീഴ്ചകളില്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ മടങ്ങി വരുമെന്ന്. ഉമ്മ പ്രസവിച്ചൊരു കുഞ്ഞിൻ്റെ മനസ്സ് നോക്കൂ, ആരോടും വിരോധമില്ല, ആരോടും വൈരാഗ്യമില്ല, ചീത്തയായ ചിന്ത പോലും ആ കുഞ്ഞിൻ്റെ വിശുദ്ധമായ മനസ്സിൽ ഉണ്ടായിട്ടില്ല. അത്ര നല്ലൊരു മനസ്സ് നമുക്കുണ്ടായി കിട്ടണം. എന്നാലേ ആ നല്ല മനസ്സോടുകൂടിയേ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കാനാവൂ, ഈമാനോടുകൂടി മരിക്കാനാവൂ. ആ ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ കൈകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, ആ കൈകളിൽ പാപം പുരണ്ടിട്ടില്ല, ആ കാലുകൊണ്ട് ചീത്തകളിലേക്ക് നടന്നു പോയിട്ടില്ല, ആ കാല് വിശുദ്ധമാണ്. ആ കുട്ടിയുടെ കണ്ണും കാതും ഹൃദയവും ശരീരങ്ങളും വിശുദ്ധമായതുപോലെ പ്രസാദിപ്പിച്ച് പ്രാർത്ഥിച്ച് തെറ്റുകുറ്റങ്ങൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞ് തവാഫിലും സഅയിലും അതുപോലെ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല മനുഷ്യനായി തിരിച്ചു വന്ന് ആ വിശുദ്ധിയോടുകൂടി ഖബറിലേക്ക് പോയി ആ ഖബറിൽ നിന്ന് വിശുദ്ധിയോടുകൂടി സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും നല്ലവരുടെയും കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല ഭാഗ്യം നൽകിയവരാണ് നമ്മൾ. ഭൂമിയിലെ എത്രയോ കോടി മനുഷ്യന്മാരുണ്ട്, അതിൽ മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും ബർക്കത്തും ലഭിച്ചവരാണ് നമ്മൾ. ഹജ്ജിന് പോകാനുള്ള സൗകര്യം, സമ്പത്ത്, അതിനുള്ള മനസ്സ് ഒക്കെ നമുക്കുണ്ടായി. നമ്മുടെ അയൽപക്കക്കാരൻ ഒരുപാട് പണക്കാരനാണ്, പക്ഷേ ഹജ്ജിന് പോകാൻ തോന്നുന്നില്ല. നമ്മളെക്കാളും ആരോഗ്യമുള്ളവരുണ്ട്, പക്ഷേ അവർ ഹജ്ജിന് പോകാൻ തയ്യാറാകുന്നില്ല. എന്താ കാരണം? അങ്ങനെ പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കാനുള്ള ആ തഖ്വ, ഇഖ്ലാസ് മനസ്സിൽ വരാത്തത് കൊണ്ടാണ്. എത്ര പണം ചെലവഴിച്ചാലും എൻ്റെ കുടുംബത്തെയും കുട്ടികളെയും ഒഴിവാക്കിയാലും ഞാൻ അള്ളാഹുവിൻ്റെ ആ വീട്ടിൽ ചെന്ന് എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ആ ഫർള് വീട്ടുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും തൗബ ചെയ്യുകയും ചെയ്ത് നല്ലവനായി വരണമെന്ന ആ നല്ല മനസ്സ് ഉള്ളവരെ അല്ലാഹു തആല ഹജ്ജിന് വിളിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4000-ത്തിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞതായി സൂറത്തുൽ ഹജ്ജിൽ ഒരു വചനമുണ്ട്.
വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം ജനങ്ങളെ നീ ഹജ്ജിന് വേണ്ടി വിളിക്കുക. യഅ്തൂക റിജാലൻ, ആളുകൾ കാൽനടയായി നിന്റെ അടുത്ത് വന്നുകൊള്ളും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിക്കൊണ്ടും നിന്റെ അടുക്കലേക്ക് ഹജ്ജിന് വേണ്ടി എത്തിക്കൊള്ളും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ലോകത്തിൻ്റെ വിവിധങ്ങളായ മുക്കുമൂലകളിൽ നിന്ന്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞൊരു വചനമാണത്. നിങ്ങൾ നോക്കൂ, ഇറാഖിലെ ആ ഉൾപ്രദേശത്ത് നിന്ന്, ഊർ എന്ന പ്രദേശത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും ഹാജറ ബീവിയും ആ മലന്നു കിടക്കുന്ന മുല കുടിക്കുന്ന കൈക്കുഞ്ഞുമായി ഇബ്രാഹിം നബി കഅബയുടെ അടുത്തെത്തുകയാണ്. ഇന്ന് കാണുന്നത് പോലെ കഅബ കെട്ടിടം ഇല്ല. അല്ലാഹു തആല കഅബ നിർമ്മിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ സ്ഥലത്ത് ഇബ്രാഹിം നബി കുഞ്ഞിനെയും തള്ളയെയും കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചുപോയി ആ കുഞ്ഞ് വലുതായപ്പോൾ, കുറച്ച് വലുപ്പമായപ്പോൾ ഇബ്രാഹിം നബി മടങ്ങി വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയം പടുത്തുയർത്തി. കഅബയുടെ പടി കഴിഞ്ഞപ്പോൾ ആ കഅബയുടെ അടുത്തുള്ള ഒരു മല, ജബൽ അൽ കഅബ, കഅബ മല എന്ന് പറയുന്ന ആ മലകളിൽ നിന്നാണ് കല്ല് വെട്ടിയത് എന്ന് ചരിത്രം പറയുന്നു. ബാപ്പയും മകനും കൂടി കല്ല് ചുമന്നു കൊണ്ടുവന്ന് ബാപ്പ പടുക്കുന്നു, മകൻ സഹായിക്കുന്നു. അങ്ങനെ കഅബാലയം പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു. അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ചോദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം, അള്ളാഹുവേ ആരെ വിളിക്കാനാണ്, ഇവിടെ ആരാണ് എൻ്റെ വിളി കേൾക്കാൻ? അള്ളാഹു പറഞ്ഞു, നീ വിളിച്ചോ, ആ വിളി കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു, ആളുകളെ, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫറളാക്കിയിരിക്കുന്നു, ഹജ്ജിന് വരിക. ആ വിളി കേട്ടവർ അന്ന് ഹജ്ജ് ചെയ്തു, പിന്നീട് വിളി കേട്ടവർ ഹജ്ജ് ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശേഷം വന്ന പ്രവാചകന്മാരൊക്കെ ആ വിളി കേട്ട് ഹജ്ജ് ചെയ്തു. ഹവാരിജികളും അസ്ഹാബികളും ഹജ്ജ് ചെയ്തു, ശുഹദാക്കളും സാലിഹീങ്ങളും ഹജ്ജ് ചെയ്തു. അങ്ങനെ തലമുറകൾ പിന്നിട്ടപ്പോൾ നമ്മുടെ പിതാക്കന്മാരും പിതാമഹന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹജ്ജ് ചെയ്തു. ആ അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും നല്ലവരുടെയും മുൻഗാമികളുടെയും പാത പിന്തുടർന്നുകൊണ്ട് ഈ വർഷം ഹജ്ജ് ചെയ്യുവാനുള്ള അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, ഹജ്ജ് ചെയ്ത ആളുകൾ ഈ അനുഗ്രഹം പരിപൂർണമായി നിർവഹിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ള, മുഖവുരയായി പറയാനുള്ള കാര്യം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇനി ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്താണ് ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്? ഞാൻ പറഞ്ഞ ഒരുക്കം ഈ പറഞ്ഞ പ്രാർത്ഥന തന്നെയാണ്. നിരന്തരമായി കണ്ണ് കലങ്ങി കണ്ണുനീരൊലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ യാതൊരു കുഴപ്പങ്ങളുമില്ലായത് ആയുരാരോഗ്യത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ശരിയാക്കി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ എനിക്കിനി തൗഫീക്ക് നൽകണമേ എന്ന് 5 നേരവും നമ്മൾ അള്ളാഹുവിനോട് പുറമെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. രാത്രി നമസ്കാരങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള തഹജ്ജുദ് നമസ്കാരം നമ്മൾ ആരംഭിക്കുക. ആ തഹജ്ജുദ് നമസ്കാരങ്ങളിലും നല്ല ഹജ്ജിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയെത്ര ഹാജിമാരുണ്ട്, ലക്ഷങ്ങൾ മുടക്കി, സമയം മുടക്കി, ആരോഗ്യം ഇല്ലെങ്കിൽ പോലും അതൊക്കെ സഹിച്ച് ഹജ്ജ് ചെയ്തിട്ട് അവസാനം പാപ്പികളായി ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്ന ഹാജിമാരുണ്ട്. ആ നിർഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകാതിരിക്കട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏതായിരുന്നാലും നമ്മൾ ഒരുങ്ങേണ്ടത് പ്രാർത്ഥന കൊണ്ട് ഒരുങ്ങുക. പിന്നെ ഹജ്ജിനോട് അടുക്കുമ്പോൾ അതിൻ്റെ കടലാസുകളും മറ്റൊക്കെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകുമല്ലോ. ഹജ്ജിനോട് അടുക്കുമ്പോൾ നിങ്ങൾ ഒരുക്കം നടത്തുമ്പോൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ ഭാരം മാത്രം എടുത്താൽ മതി. ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് അരിയും ഭക്ഷണ പദാർത്ഥങ്ങളും പലഹാരങ്ങളും ചെരുപ്പും കൂട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊന്നും പോകേണ്ടതില്ല. ഒരു 2 4 ഏറിയാൽ 2 3 4 വസ്ത്രങ്ങൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. ഇഹ്റാമിന് വേണ്ടി നമ്മൾ ആദ്യമായി ഒരുങ്ങണം. ഞാൻ പറഞ്ഞുവല്ലോ, പ്രാർത്ഥന, പശ്ചാത്താപം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി ഒന്ന് നന്നായി ഒരുങ്ങി ജീവിക്കാം. ഇതാണ് ഒന്നാമതായിട്ടുള്ള ഒരുക്കം. ചില ആളുകൾ പറയും, ഞാൻ നിസ്കരിക്കലില്ല, ഞാൻ ഈ മക്കത്ത് പോയിട്ട് നിസ്കാരം തുടങ്ങാം. അതൊന്നും പാടില്ല. നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല.
അതുകൊണ്ട് തന്നെ നമസ്കാരം തെറ്റ്, ജീവിതത്തിൽ എന്തൊക്കെ ഫറളുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ, സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടോ, അതൊക്കെ വീട്ടണം. സക്കാത്ത് കൊടുത്ത് വീട്ടുക തന്നെ വേണം. അങ്ങനെ നമ്മൾ ഒരുങ്ങി പിന്നീട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പെട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ചെറിയൊരു ഭാരം ഉണ്ടാകാൻ പാടുള്ളൂ. എന്താ കാരണം എന്നറിയാം? അപ്പം നമ്മളൊരു യാത്ര പോവുകയാണ്, നമ്മളടുത്തൊരു ഒരുപാട് ഭാരമുണ്ട് എന്ന് വിചാരിക്കുക. ആ യാത്രയിൽ ഒരു സുഖവും നമുക്കുണ്ടാവില്ല. വളരെ പ്രയാസപ്പെട്ട് അത് ഏറ്റാൻ തന്നെ നമുക്ക് നേരം കിട്ടൂല. പിന്നെ ആ യാത്രയിലുണ്ടാവും വല്ല കാഴ്ചകൾ കാണാനും നമുക്ക് സമാധാനിക്കാനും നേരം. ഏതുവരെ ഒരു കുട്ടിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വരെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയാൽ എത്ര പ്രയാസമായിരിക്കും നമുക്ക്. അപ്പം ഭാരം കുറയണം പരമാവധി. അതുകൊണ്ട് തന്നെ ഒരു 2-3 കൂട്ട്, ഏറിയ ഒരു 4 കൂട്ട് വസ്ത്രം, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ഇഹ്റാമിന്